ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ ഒരു യൂഷ്വലി ഞാൻ ഇത്ര രാവിലെ ഒന്നും എഴുന്നേക്കാറില്ല. എന്നാലും ഒരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. പക്ഷേ ഇതൊരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് അല്ലായിരുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അത്ര വലിയ ഭീകരത എന്ന് പറഞ്ഞൊന്നും അല്ല, എന്നാലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി രാവിലെ യൂഷ്വലി എഴുന്നേക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി മുറ്റത്തൊക്കെ ഒന്ന് നടന്നിട്ട് പിന്നെ വന്ന് രണ്ടാമത് കിടക്കുകയാണ് ചെയ്യാറുള്ളത്. അവളെ അമ്മ രാവിലെ എടുത്തുകൊണ്ടങ്ങ് പോകും. പക്ഷെ ഞാൻ എന്നാലും രാവിലെ ഒന്നും എഴുന്നേക്കത്തില്ല കേട്ടോ, ക്ഷീണമാണ്. കാരണം രാത്രിയിൽ ഉറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറങ്ങുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്തായാലും രാവിലെ യൂഷ്വലി എഴുന്നേക്കാറില്ല. പക്ഷെ ഞാൻ ഇന്ന് എഴുന്നേറ്റായിരുന്നു. വൈദ്യുതി ഇന്നൊരു ഞായറാഴ്ചയാണേ. അവളെ രണ്ടാമത് അമ്മ തിരിച്ച് ഉറക്കിക്കൊണ്ട് കിടത്തുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. യൂഷ്വലി ഈ ടൈം ആകുമ്പം ആൾ പിന്നെയും ഉറങ്ങുന്ന ടൈം. അവൾ കറക്റ്റായിട്ട് റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനേ ഉള്ളൂ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നത്. എനിക്കിപ്പോൾ ഒരു കോള് വന്നേ. അഞ്ജലിയ, അവളിപ്പോൾ എത്തുമെന്ന് തോന്നുന്നു. എന്നോട് മിനിങ്ങാന്ന് ചോദിച്ചു ഞാനിവിടെ ഉണ്ടോ, എനിക്ക് കോൾ ചെയ്യാനോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് അപ്പോഴേ ഡൗട്ടുണ്ടായിരുന്നു വരാനാണെന്ന്. വിളിക്കാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഉണ്ടോ എന്നൊക്കെ തിരക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അവൾ ഇന്ന് വരാൻ സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത്ര രാവിലെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എത്തും. ലൊക്കേഷന് ഇട്ട് തരാൻ പറഞ്ഞു. വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. മിക്കവാറും ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടുകൊണ്ട് അവൾ തിരിച്ചു പോകാനാണ് സാധ്യത. ഡാ അല്ലേ, അയ്യോ അവൾ മാത്രമേ ഉള്ളൂ, ചിത്ര ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു. ഞാൻ നിർത്തി ഈ വ്ളോഗ്, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ഒന്നും എഴുന്നേക്കാൻ, അത് ഓൾറെഡി ഉണർന്നല്ലോ. ഒതുങ്ങിക്കോ ഇടി, അത് ഉറങ്ങട്ടടി. പിള്ളേർ ഉറങ്ങട്ടെ, സ്കൂളിൽ പോയി തുടങ്ങി ഉറങ്ങാൻ പറ്റത്തില്ല. അല്ല, അടുത്ത വർഷം തൊട്ട് വിടാനാ. ഇടി ശല്യമേ, അത് ഉറങ്ങട്ടടി. ജോസ് കഴി. പക്ഷെ എൻ്റെ കല്യാണത്തിന് കാര്യമായിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല അഞ്ജലി. ഇവളാണ് എൻ്റെ കല്യാണത്തിന്. എടി, നിന്നോട് ഞാൻ കല്യാണത്തിന് ഒരു വ്ളോഗ് എടുത്തു തരാൻ പറഞ്ഞിട്ട് നീ എടുത്തു തന്നവളാന്നോ? ജോസ് കഴി, ഒരു പഴം കൂടെ കുത്തിക്കേറ്റടി. കഴിക്കുന്നേ. ഇവര് രണ്ടുപേരും കണ്ടാൽ വലിയ ലുക്കില്ലേലും ഒരാൾ തന്നെ ഒരു 3 പേരാ കഴിക്കുന്നത്. പക്ഷെ ഇവളൊരു 4 പേരാ കഴിക്കത്തുള്ളൂ. ജോസ് കഴിക്ക. അച്ഛൻ ലോൺ എടുക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ അതും രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് രാവിലെ ഇങ്ങോട്ട് വിട്ടപ്പോ ഇവിടുന്ന് രാവിലെ അച്ഛൻ അങ്ങോട്ടും പോയി. കുളിക്കാൻ ഇഷ്ടമാണോ? നല്ലടി, നിന്നെ പോലാന്നൊന്ന് വിചാരിച്ചു. സൈക്കോ.
കണ്ട എല്ലാരും ചിരിച്ചു കാണിക്കോ വഴിയാ പോകുന്നവര്. അയ്യോ ഞാനത് അവളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇടി ഞാനത് നിന്നെ ഉദ്ദേശിച്ചല്ല കേട്ടോ. സാധാരണ അല്ല ഞാൻ നിന്നെ കൊള്ളിച്ച് പറയുമെങ്കിലും. കണ്ണാപ്പി ചിരിച്ചേ കണ്ണാപ്പി. പാല് കുടിച്ചിട്ട് പോ. ഇങ്ങ വാടാ ഇന്നത്തെ വന്നേ. അവിടെ ഒന്ന് വെട്ടം അടിക്കുന്നുണ്ട്. ഇവിടെ ഇരുട്ടു. ആടി ക്ലിപ്പൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുക. അതായത് ജനിക്കുന്നതിന് മുമ്പേ വാങ്ങിച്ചു വെച്ച. വന്നപ്പോ മുടിയില്ല. ശാരില്ല, നമുക്ക് പിന്നിടാം. ഇവളങ്ങനെ പലതും പറയും. പാല് കുടിച്ചാ ഇല്ല. അവൻ അമറിയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ കാണിക്കോ? പോടി അമ്മയെന്ന് വരാ. മാറടി കൺട്രി ഫെല്ലോ. നിന്നോടോ ഉറങ്ങുവാടി. ഒരു മ്യാമനാണ്. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. പിള്ളേരെ പിടുത്തക്കാരുണ്ട്. സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് അങ്ങനെ പോവല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ? ഇത് വേറൊരു സൈക്കോയാ കേട്ടോ. നീ എന്താ തിന്നുവന്നോ? ദേണ്ടിട്ട് അവനെ തിന്നുന്നു. ചവച്ചിട്ട് വെള്ളം ഇറക്കുന്നു. അവനെ ചവച്ചിട്ട് വെള്ളം ഇറക്കുവോ? ഇട്ടിട്ടുണ്ട്. ഇവൻ വലുതാവുമ്പോ കാണിക്കണോ തിന്നാൻ വന്ന ടീംസിന്. മറ്റേ ഇത് നരഭോജികളല്ലേ, അതായിട്ട് വന്നു. എനിക്കും അങ്ങനെ. അതെ എല്ലാവരുടെ അടുത്ത് വിളിച്ച് കാണിക്ക. പിന്നെ എങ്ങനെ കണ്ണാപ്പി പാല് കുടിക്കണ്ടേ? അമ്മേ ഭൂതം. അവൻ കരവാടി. എന്ത് പറയുന്നല്ല, അവൻ കരവാ. അവൻ അങ്ങനെ കരയുന്നതിന്റെ ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യും.
എന്റെ കുഞ്ഞാവ് കരവാനോ? പഞ്ചാബി, തമിഴ്, മലയാളം ഇതിൽ ഏതിനാ കരയുന്നത്? നോക്കി നിന്നത്. അഞ്ജലി പായസം വേണ്ടേ? അഞ്ജലി നീ കുടിക്കണ്ട. നമ്മുടെ ഷെഫ് ചിത്ര ഇവിടെ നോക്കുന്നുണ്ട്. നീ കുടിച്ചിട്ട് അഭിപ്രായം പറ. എന്താടി നിനക്ക് അഭിപ്രായം പറഞ്ഞാല്? അത് കൊള്ളാം. ദാണ്ട് വന്നു നമ്മൾ എടുത്തു കൊടുത്തില്ലെന്ന് അറിയാമോ? വന്നോളൂ. അതെ, എന്റെ ഞാൻ എടുത്തോളാം. കുടിച്ചിട്ട് അഭിപ്രായം പറ. അതെന്റെ കപ്പാടി. ഇതെന്തൊരു മാരണമാ. ചൂടുണ്ടോടി? അതാ. ആണോ? മധുരം കുറവാന്നോ? സാറിന് ഇതിന് നല്ല മധുരം ഉള്ളതാന്നല്ലോ. ഇവളെ കൊടുക്കാതെ. എടി അവനെ വെയിലത്ത് ഒത്തിരി എടുക്കാതെടി. ഭയങ്കര വെയിലല്ലേ? അല്ല ഇവളുടെ എന്തിനാ കൊടുത്തത്? ഇവള് ചാക്കിനകത്ത് ഇട്ടോണ്ട് പോകും കേട്ടോ. ഒന്നാമതെ മറ്റല്ലയാ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനിയും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ടാറ്റാ.